ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആൻറ്റിക് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം 2 നോട്ട് പരിചയപ്പെട്ടു. ഇനിയിപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കൂടുതൽ ഒരു 4-5 വർഷം പുറമോട്ടുള്ള ഒരു കോയിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 5 രൂപയുടെ കോയിനാണ്. നിങ്ങളെല്ലാം 75ാമത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം അതിൻ്റെ ആ ഒരു അവസരത്തിൽ നമ്മുടെ ഗവൺമെൻറ് പുറപ്പെടുവിപ്പിച്ച ആസാദി കാ അമൃത് മഹോത്സവ് എന്ന് പറഞ്ഞ ഒരു കോയിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കോയിൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. നമ്മൾ ഒരു കോയിൻ 5 രൂപയുടെ കോയിന് ഇറക്കിയത് 1, 2, 5, 10, 20 ഇങ്ങനെ കാറ്റഗറിയിലായിരുന്നു സെയിം ഇതിൽ ഇറക്കിയത്. അതിനകത്തുനിന്ന് 5 രൂപയുടെ ആ കോയിന് ഹൈദരാബാദ് മിൻറ്റ് 2021 പഴയ കോയിൻ പറയുന്നുണ്ട്, ചിലപ്പം ഡേറ്റുകൾ 1900 സെക്ഷനിലൊക്കെ പോകും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് 2021 കോയിന് ഹൈദരാബാദ് മിൻറ്റ്. ഇതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1 ലക്ഷം. മാർക്കറ്റ് പ്രൈസ് 1 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. വിൽക്കാറുള്ള ആൾക്കാരുടെ കയ്യിൽ വന്നു പോകുന്ന ഒരു കോയിനാണ്. അപ്പം ചെക്ക് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 2021, 22, 23, 24 ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്നു പോയ കോയിൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കോയിൻസ് ഒന്ന് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 2021 ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ആ സ്പോട്ടിൽ മാറ്റി വെച്ചോളാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കോയിൻ, അതിൻ്റെ ഫോട്ടോസ്, വീഡിയോസ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. സ്റ്റാർ മിൻറ്റ് ടൈപ്പാണ്, സ്റ്റാറാണ് വരുന്നത്. ഹൈദരാബാദ് മിൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് മിൻറ്റിനെ കുറിച്ചെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് മിൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ മിൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ മിൻറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ഞാൻ പഴയ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വീണ്ടും ആ മിൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പരും ഉണ്ട്, നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാം. എൻ്റെ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. 2 നമ്പറിനകത്തും വാട്സപ്പും ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കോളും ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മിൻറ്റിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അതുപോലൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഫ്രോഡ് കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലൊക്കെ യൂട്യൂബ് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് അല്ല കൂടുതലും വരുന്ന ഫേസ്ബുക്കിലാണ് വീഡിയോസ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അവരെ കോൾ ചെയ്യും. അവർ നിങ്ങളോട് പറയും ഫോട്ടോസ് അയച്ചു തരാമെന്ന് പറയും. നിങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ പറയും ഇതിന് കോടിക്കണക്കിന് രൂപ വിലയുണ്ടെന്ന്. നിങ്ങളപ്പോഴത്തേക്ക് വലിയ സന്തോഷത്തിൽ നിങ്ങൾ പറയും ഓക്കെ എന്ന് പറയും. അപ്പോൾ അവർ നിങ്ങളോട് പറയും ഇതിനൊരു രജിസ്ട്രേഷൻ ചാർജ് ഉണ്ട്, അതുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചാർജ് അയച്ചു കൊടുക്കും. അത് കഴിയുമ്പം പിന്നെ നിങ്ങളോട് പറയും ഓക്കെ നിങ്ങളുടെ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതിന് മുന്നേ ഒരു ടാക്സ് പേ ചെയ്യണം. അങ്ങനെ നിങ്ങൾ വീണ്ടും പൈസ പേ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും പോവും. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്തു നിന്ന് ഞാൻ പറയുന്നത്, ആരും നേരിട്ടൊരു കോയിൻ മേടിക്കാറോ അല്ല ഇത് ചെയ്യാറോ ഇല്ല. കൂടുതൽ എക്സിബിഷൻസിലാണ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് മേടിക്കാറില്ല. ഞാൻ നിങ്ങളെ
നിങ്ങൾക്ക് തരുന്ന ഓരോ ഇതിനകത്ത് തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങളത് കൈ കൊണ്ട് അങ്ങനത്തെ കോയിൻസ് ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക. എക്സിബിഷൻ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് വിൽക്കുക, നേരിട്ട് കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരും പറഞ്ഞ് ഓൺലൈനിൽ കയറി അത് വിറ്റ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല ആൾക്കാർ ഇപ്പം എൻ്റെ പേരായാലും വേറെ രാജ്ഗാനി സാറിൻ്റെ പേരിൽ തന്നെ എത്ര ഫേക്ക് വീഡിയോസ് വരുന്നുണ്ടെന്നറിയാമോ? എന്നിട്ട് അത് കയറി ചാടി കൊടുക്കും. രാജ്ഗാനി സാർ ആ പുള്ളിക്കാരൻ്റെ നമ്പർ ഒരിക്കലും കൊടുക്കാറേയില്ല. പുള്ളിയുടെ എല്ലാം ലിങ്ക് ബേസ്ഡാണ്. ഞാനും നിങ്ങൾക്ക് ഞാൻ നമ്പർ തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ ഒരിക്കലും നേരിട്ട് നിങ്ങളോട് പറയത്തില്ല ഇത്ര രൂപ ഞാൻ തരാമെന്ന് പറയത്തില്ല. അത് നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ എക്സിബിഷൻ ഉണ്ടെങ്കിൽ എക്സിബിഷൻ പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം, നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻ്റെ വാല്യൂ ബോധ്യപ്പെടാം. അത് കഴിഞ്ഞത് പൈസ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി തലയിൽ ഇരുത്തുക. എന്നിട്ട് ഈ കോയിൻസിൻ്റെ വാല്യൂസ് ഞാൻ പറയുന്ന കറക്റ്റ് വാല്യൂസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ കോയിൻസ് നിങ്ങളുടെ കൈ വരുവാണെങ്കിൽ നിങ്ങൾ എക്സിബിഷൻ നിങ്ങളുടെ എക്സിബിഷനിൽ പോയി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് എക്സിബിഷൻ വരുമ്പോൾ കൊടുക്കാം. ഓക്കെ, എക്സിബിഷൻ വരുന്ന സമയത്ത് ഞാൻ അതിനെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അതല്ല നിങ്ങൾ നേരിട്ട് വേറെ എക്സിബിഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ പോയി അതിനകത്ത് പങ്കെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കോയിൻസ് നിങ്ങൾക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, വിൽക്കാം. അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പം ഈ കോയിൻ ഒന്നുകൂടെ പറയുക. ആസാദി കാ അമൃത് മഹോത്സവ് എന്ന് പറഞ്ഞ 75ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ 2021 ഇയർ മിൻറ്റ് ഹൈദരാബാദ് മിൻറ്റിലുള്ള 5 രൂപയുടെ കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 1 ലക്ഷം രൂപ വരെയാണ്. അതിന് മേളിലോട്ടും പോകാം കേട്ടോ. എന്ന് വെച്ചാൽ ഡെയിലി വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും, താഴോട്ട് വരത്തില്ല, മേളിലോട്ടും. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ കൂടെ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും നമസ്കാരം.